സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന പാരൻസിനോടാണ്, ആൻഡ് സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികളോടും എസ്പെഷ്യലി പെൺകുട്ടികളോടുമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയിരിക്കാം, ഈ ഫ്രണ്ടിൻ്റെ റിലേറ്റീവാന്ന് പറയാം, ആരെങ്കിലും ഗിഫ്റ്റ് റാപ്പിൽ പൊതിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് തരികയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാങ്ങി തിന്നരുത്. ഓക്കെ, ഞാനിവിടെ ഈ പ്ലേ ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ്. ഇവിടെ വലിയൊരു ലഹരി മാഫിയ ഉണ്ട്. ഇവർ ചോക്ലേറ്റ്സ് ഇതേപോലെ ഗിഫ്റ്റ് റാപ്പിൽ പൊതിഞ്ഞ് അതിൽ ലഹരി വെച്ച് എസ്പെഷ്യലി പെൺകുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡിസ്കഷനും ഇതിൻ്റെയൊക്കെ ചാറ്റും ഇതിൻ്റെയൊക്കെ വിഷ്വൽസും വീഡിയോസും ഈ പെൺകുട്ടികളെ ആഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ചാറ്റുകളൊക്കെ നടക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലാണ്. പഴയ പോലെ പാരൻസ് തപ്പിക്കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പും പരിപാടികളൊന്നും കിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പാക്കി അതിൽ വൺ ടൈം ഇട്ടും ബോംബ് പറഞ്ഞിട്ടൊക്കെയാണ് ഈ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പാരൻസ് ശ്രദ്ധിക്കുക, കുട്ടികളും ശ്രദ്ധിക്കുക. 24 ന്യൂസിൻ്റെ ഒരു എക്സ്ക്ലൂസീവാണ്. കൊച്ചിയിൽ ലഹരി ചേർത്തുള്ള ചോക്ലേറ്റ് നിർമ്മാണം, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണവും വിൽപ്പനയും കൂടുതൽ. ഓക്കെ, അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇത് ചില്ലറ പരിപാടിയല്ല. കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവന്മാർ പല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ണികൾ മുറിച്ചാൽ ഇത് അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ലടേ. ഈ ലാസ്റ്റ് വിക്രം സിനിമ പോലെ എല്ലാത്തിനെയും വെട്ടി വീഴ്ത്താൻ വേണ്ടി നാട്ടുകാർ ഇറങ്ങുക എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയില്ല. അതിനു മുമ്പ് സർക്കാരും ബാക്കി സിസ്റ്റവും ഇറങ്ങി തിരിച്ചേ പറ്റൂ. കുട്ടികളെ ഞാൻ വീണ്ടും പറയുന്നു, ഒരാൾ എന്ത് സാധനം നിങ്ങൾക്ക് പൊതിഞ്ഞ് ഗിഫ്റ്റിൽ കൊണ്ടുവന്നാലും വാങ്ങിയെടുത്ത് കയ്യിൽ വയ്ക്കരുത്. പാരൻസ് പ്രത്യേകം കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. പെൺകുട്ടികൾ എസ്പെഷ്യലി ഇങ്ങനത്തെ ഗിഫ്റ്റ് പൊതികൾ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാതിരിക്കുക, വാങ്ങിയാൽ അതെടുത്ത് വലിച്ചെറിയുക പ്ലീസ്.